ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. ഇന്ന് എയർ കണ്ടീഷനിങ് ഒരു ആർഭാടമല്ല, ഒരു ആവശ്യകതയാണ് ഇന്നത്തെ ജനറേഷന്. AC ഉപയോഗിക്കുമ്പോഴും ഒരുപാട് ആശങ്കകളാണ് എല്ലാവർക്കും. AC വെച്ച റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ സൈനസൈറ്റിസ് വരുമോ? AC ഉള്ള ഓഫീസിൽ വർക്ക് ചെയ്താൽ സൈനസൈറ്റിസ് മാറില്ലേ? അങ്ങനെ ഒരുപാട് ആശങ്കകളാണ്. എങ്ങനെ AC ഉപയോഗിക്കണം? ഇങ്ങനെ നിരവധി സംശയങ്ങളും. നാം ശ്വസിക്കുമ്പോൾ വായു മൂക്കിലേക്ക് കയറുമ്പോൾ വായുവിലെ പൊടിപടലങ്ങൾ, ബാക്ടീരിയ, വൈറസ്, അലർജൻസ് എല്ലാം അരിച്ചു മാറ്റുന്ന ഒരു സംരക്ഷണ പാളി നമ്മുടെ മൂക്കിനകത്തുണ്ട്. ആ സംരക്ഷണ പാളി ഉണ്ടാകുന്നത് മൂക്കിലെ സ്തരത്തിലെ ഗോബ്ലറ്റ് സെൽസ് എന്ന് പറയും. ആ സെൽസ് ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കും. ആ സ്രവത്തിൻ്റെ നല്ലൊരു ഭാഗം വെള്ളവും പിന്നെ കുറച്ച് ഗ്ലൈക്കോപ്രോട്ടീനും. ഈ സ്രവം മൂക്കിനകത്ത് കംപ്ലീറ്റ് ഒരു പുതപ്പ് പോലെ മൂക്കിനെ പൊതിഞ്ഞ് സംരക്ഷിക്കും. അതുകൊണ്ട് തന്നെ മ്യൂക്കസ് ബ്ലാങ്കറ്റ് എന്നാണ് പറയുന്നത്. ഈ മ്യൂക്കസ് ബ്ലാങ്കറ്റ് സുഗമമായി പ്രവർത്തിക്കാൻ നമ്മുടെ അന്തരീക്ഷത്തിൽ കുറച്ചൊരു ജലാംശം വേണം. കൃത്യമായി പറഞ്ഞ, അതായത് നമുക്ക് വായുവിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ജലാംശത്തിൻ്റെ 45%. ഇനി എയർ കണ്ടീഷൻ ചെയ്യുമ്പോഴുള്ള സ്ഥിതി ആലോചിക്കാം. എയർ കണ്ടീഷൻ ചെയ്യുമ്പോൾ മുറി തണുക്കുന്നു അല്ലേ? ആ തണുക്കുന്ന കൂട്ടത്തിൽ വായുവിലെ ജലാംശത്തിന് എയർ കണ്ടീഷണർ വലിച്ചെടുത്ത് കണ്ടൻസ് ചെയ്ത് വെള്ളമായിട്ട് അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഐഡിയൽ എയർ കണ്ടീഷനിങ്ങിൽ ഒരു 30 തൊട്ട് 60% വരെയാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രത. ഇനി കുറേ അധികം നേരം നമ്മൾ AC ഇടുകയോ AC ഒരുപാട് തണുപ്പിക്കുകയോ, നമുക്ക് 1 ടൺ വേണ്ടിയ സ്ഥലത്ത് 1.25 ടണ്ണോ 1.5 ടണ്ണോ AC ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ തണുക്കുന്നതനുസരിച്ച് തന്നെ കൂടുതൽ ജലാംശം വായുവിൽ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ ആപേക്ഷിക ആർദ്രത 45%-ക്കാളും താഴും, ഒരു 30 വരെയൊക്കെ ആകും. ആ സമയത്ത് വായുവിലെ ജലാംശം മാത്രമല്ല, നമ്മുടെ മ്യൂക്കസ് ബ്ലാങ്കറ്റിലെ ജലാംശം കൂടി വലിച്ചെടുക്കപ്പെടുന്നു. അപ്പോൾ മൂക്ക് ഡ്രൈ ആവും, മൂക്കിലെ സ്തരം ഡ്രൈ ആവും, ക്രാക്സ് ഉണ്ടാവാം. പിന്നെ ബാക്കിയുള്ള ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊരു പ്ലഗ് പോലെയാകും. അപ്പോൾ മൂക്കിനകത്തുനിന്ന് എയർ ശ്വാസനാളത്തേക്കും സൈനസിലേക്കും പോകുന്ന എയറിന് പോകാനുള്ളൊരു തടസ്സവും ഉണ്ടാകും. ഇനി എയർ കണ്ടീഷൻ ചെയ്യുമ്പോൾ റൂം തണുക്കുന്നതനുസരിച്ച് നമ്മുടെ ശരീരവും തണുക്കുമല്ലോ. അപ്പോൾ മൂക്കിനകത്ത് രക്തക്കുഴലുകൾ സങ്കോചിക്കും. അപ്പോൾ ഈ രക്തക്കുഴലുകളുടെ സങ്കോചവും മൂക്കിൻ്റെ ഡ്രൈയിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് മൂക്കടപ്പുണ്ടാകും. അങ്ങനെ മൂക്കടപ്പ് നിന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂക്കടക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ അത് ഗ്രാജ്വലി സൈനസൈറ്റിസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും നമുക്ക് AC ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ മുൻകരുതലെടുക്കാൻ പറ്റും? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എയർ കണ്ടീഷണറിനകത്ത് വളരെ കോൾഡ് ആൻഡ് ക്ലാമിയാണ്, ഈർപ്പമുള്ള സർഫസാണ്. അവിടെ മോൾഡ് വരാനും ഫംഗൽ സ്പോർട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാലാകാലങ്ങൾ കൃത്യമായ ഇടവേളകളിൽ AC യൂണിറ്റ് ക്ലീൻ ചെയ്യുക, സർവീസ് ചെയ്യുക. 2 എന്നുള്ളത്, നമുക്ക് നമ്മുടെ ഉപയോഗിക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയയ്ക്ക് അനുസൃതമായ AC യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. 3-മത്തത്, നമ്മുടെ വളരെ താഴേക്ക് തണുപ്പിച്ച് വെച്ചാൽ സുഖമാണ് ഉറങ്ങാനൊക്കെ, പക്ഷേ അത് ആരോഗ്യകരമല്ല. എപ്പോഴും ഒരു 24-നും 26-നും ഇടയ്ക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഏറ്റവും പ്രധാനം, ഞാൻ പറഞ്ഞല്ലോ മ്യൂക്കോസ ഡ്രൈ ആകും, ക്രാക്സ് ഉണ്ടാകാം. അതിനെ ഒഴിവാക്കാൻ വേണ്ടി സലൈൻ നേസൽ ഡ്രോപ്സ് ഇടയ്ക്കിടയ്ക്ക് മൂക്കിനകത്ത് ഇറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മ്യൂക്കസ് ബ്ലാങ്കറ്റിൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് ആ മ്യൂക്കസ് ബ്ലാങ്കറ്റ് ഹൈഡ്രേറ്റ് ചെയ്യുകയും നമ്മുടെ മൂക്കിൻ്റെ വരൾച്ചയെ ഒഴിവാക്കാം. അതുവഴി തന്നെ നമുക്ക് വരാൻ പോകുന്ന സൈനസൈറ്റിസിനെയും ഒഴിവാക്കാം. ബൈ. ഇനിയും കാണാം പുതിയൊരു